ഹേ യൂട്യൂബ്, വാട്സപ്പ് എവരിബഡി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലച്ച് പ്ലേറ്റ് അതേപോലെ ക്ലച്ചിൻ്റെ സെറ്റ് എങ്ങനെ കൂടുതൽ കാലം നിലനിർത്താം, അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെ ലൈഫ് കുറേ കാലം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോ കിടക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ, നിങ്ങളുടെ ക്ലച്ചിൻ്റെ ലൈഫ് ശരിക്കും 50,000+ ഉണ്ട്. പലരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഒരു 10,000 15,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ക്ലച്ച് പ്ലേറ്റ്സ് ഒക്കെ മാറിയ ആൾക്കാർ. ശരിക്കും അത് ബൈക്കിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മാക്സിമം വരുന്ന പ്രശ്നങ്ങൾ വണ്ടിയുടെ അല്ല, ശരിക്കും അത് യൂസ് ചെയ്യുന്ന യൂസറിൻ്റെയാണ്, ആ റൈഡറിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്, അതാണ് നിങ്ങൾ ക്ലച്ചിൻ്റെ ലൈഫ് കുറയ്ക്കാനുള്ള കുറച്ച് കാരണങ്ങളായിട്ട് മാറുന്നത്. ആ തെറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈക്കിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് നല്ലോണം കിട്ടും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബൈക്കിലും അതേപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനുള്ള കാറിനും ബാധകമാണ്. ഓക്കെ, നമുക്ക് കാര്യങ്ങളിൽ കടക്കാം. ഫസ്റ്റ് നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുന്ന തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യുന്ന തെറ്റ്, പൊതുവെ നമ്മൾ വണ്ടി ഒരു എക്സാമ്പിൾ ന്യൂട്രലാക്കട്ടെ, ന്യൂട്രലല്ല, ഓക്കെ, അപ്പോൾ ന്യൂട്രൽ. ഇതാണ് ബേസിക്കലി ബൈക്കിൻ്റെ ക്ലച്ച്. നമ്മൾ വണ്ടി ക്രാങ്ക് ചെയ്യുന്നു അഥവാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ബൈക്കിന് സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പലരും വണ്ടി ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്ത ഉടൻ, ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സഹായത്തിന് വേറെ ആരില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. വണ്ടി നമ്മളിങ്ങനെ ക്ലച്ച് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും അല്ലേ. ആ മൂവ് ആകുമ്പോൾ പലരും ഇങ്ങനെയല്ലേ മൂവ് ആക്കുക. എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഒപ്പം കുറച്ച് ആക്സിലേറ്ററും കൂടുതൽ കൊടുക്കും. ഇങ്ങനെ കൊടുത്തിട്ട് തന്നെയായിരിക്കും വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ആക്കുക. ശരി, അങ്ങനെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ പ്ലേറ്റ്സ് കൂടുതൽ ബേൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ക്ലച്ചിൻ്റെ ലൈഫ് നല്ലോണം കുറയും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഒഴിവാക്കണം. അത് വണ്ടി അഥവാ നിങ്ങൾ നല്ല കയറ്റത്തിലൊക്കെ ആണെങ്കിൽ 2,500 RPM ഒക്കെ ധാരാളം മതിയാവും മൂവ് ആവാൻ. പക്ഷേ പലരും 4,000 RPM വണ്ടി സ്റ്റാർട്ടിങ്ങിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് സമം ആ ഒരു ക്ലച്ച് നിങ്ങൾ നേരെ യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ആക്സിലേറ്റർ ക്ലച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4,000 ഒന്നും വേണ്ട, ശരിക്കും ഒരു 2,000 RPM ഒക്കെ തന്നെ, 2,000-2,500 RPM തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിന് മൂവ് ചെയ്താൽ മതിയാകും. ഞാൻ പറയുമ്പോൾ എല്ലാവരുടെയും RPM മീറ്റർ ഒന്നും ഉണ്ടാവില്ല, അതെനിക്കറിയാം. പക്ഷേ ഒരു ചെറിയ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ കൊടുത്ത് വണ്ടി പോകരുത്, അതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത്. അതേപോലെ പിന്നെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ. നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിലാണ് വണ്ടി നിർത്തുന്നത് വെച്ചോ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്, നിങ്ങൾ ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റിലാണെന്ന് വെച്ചോ. പലരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലായിരിക്കുമല്ലോ നമ്മൾ മൂവ് ചെയ്ത് വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. അത് ന്യൂട്രാക്കി തിരിച്ച് ക്ലച്ച് വിടുന്നതിന് പകരം ആ ക്ലച്ച് ഫസ്റ്റ് ഗിയർ തന്നെ വെച്ച് ഗ്രീൻ ലൈറ്റ് ആവുമ്പോൾ മൂവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വണ്ടിയിലെ ക്ലച്ച് ഒരു ചെറിയ രീതിയിൽ ബേൺ ആവുന്നുണ്ട്. അത് ഇപ്പം എങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, വണ്ടി സ്റ്റാർട്ടല്ലേ, ഫസ്റ്റ് ഗിയറാണ്. നിങ്ങൾ പറയും വണ്ടിയിൽ നിന്ന് മൂവിങ് അല്ലല്ലോ, ക്ലച്ച് എന്താണ് ഫുള്ള് വർക്ക് ചെയ്യുമ്പോൾ വണ്ടി മൂവിങ് ആവില്ലല്ലോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ വണ്ടി നീങ്ങുന്നുണ്ടോ? നിങ്ങൾ ആ ടയർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വണ്ടി ഞാൻ ക്ലച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും വണ്ടി നീങ്ങുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ രീതിക്ക് നീങ്ങുന്നുണ്ട്. അത് കുറച്ചും കൂടെ എങ്ങനെ നിങ്ങൾ വണ്ടി വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ചുമ്മാ ഫുള്ള് ക്ലച്ച് പിടിച്ച് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് നോക്കും. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പറഞ്ഞ് ചെറിയ രീതിക്ക് ക്ലച്ച് അപ്പോഴും ബേൺ ആവുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ നിങ്ങളിങ്ങനെ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ ന്യൂട്രലാക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ വെച്ച് ക്ലച്ച് പിടിച്ച് നിൽക്കരുത് ഈ ട്രാഫിക് സിഗ്നലിലൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ക്ലച്ച് ഒരുപാട് കത്തിപ്പോവും, നിങ്ങൾക്ക് ലൈഫ് കിട്ടില്ല ക്ലച്ചിൻ്റെ. പിന്നെ അടുത്തൊരു സംഭവം എന്താ വെച്ചാൽ, അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കേസാണ്. നമ്മൾ വണ്ടി ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ഈ ക്ലച്ചിൻ്റെ പ്ലേ ഉണ്ടല്ലോ, പ്ലേ ചേഞ്ച് ഉണ്ടാവും. അതായത് ഒരു മിനിമം പ്ലേ ഉണ്ടാവും, ഇതിനെയാണ് പ്ലേ എന്ന് പറയുക. ഇവിടെ ഇത് കഴിഞ്ഞാൽ ക്ലച്ച് എൻഗേജ് ആയി തുടങ്ങി. അത് കുറച്ചും കൂടെ എവിടെ കാണിച്ചു തരാൻ നോക്കിക്കോളൂ. ഇതാണ് ശരിക്കും ക്ലച്ചിൻ്റെ കേബിൾ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ക്ലച്ച് ഈ ഒരു പ്ലേയിൽ, ആ ഫസ്റ്റ് കാണിച്ച ചെറിയ പ്ലേയിൽ ഇവിടെ ക്ലച്ച് അനക്കൂല. പക്ഷെ അതിന് കുറച്ച് ഇവിടെ നിന്ന് അനങ്ങി വരുമ്പോൾ, കുറച്ച് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, കണ്ടോ? അതാ പറഞ്ഞത്. ആ സംഭവം നിങ്ങൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക.
പ്ലേ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായി പിടിച്ചാലും ഈ കേബിള് ഫുള്ളായി വലിയില്ല. അപ്പോൾ എന്താ ക്ലച്ച് കൂടുതൽ ബേൺ ആവും. അപ്പോൾ ഈ പ്ലേ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്ലച്ച് ചിലപ്പോൾ ഇത്ര പിടിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ നിന്ന് തന്നെ ക്ലച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങും. അതായത് ഗിയർ വണ്ടി മൂവിങ് ആയി തുടങ്ങും കയറിയിരുന്നാലും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ബേൺ ഔട്ട്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ബേൺ ഔട്ട് ചെയ്യുമ്പോൾ അറിയാലോ, ഫസ്റ്റ് ഒരുപാട് ലോഡ് കൊടുത്തിട്ടായിരിക്കും ടയർ സ്പിൻ ചെയ്യുക ബാക്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ക്ലച്ച് ഒരുപാട് ബേൺ ചെയ്യും. അതുപോലെ തന്നെ വീല് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഒരു സഡൻ വിടുമ്പോൾ ഉള്ള ആ മൊമെൻറ്റത്തിലാണ് നമ്മൾ വീല് ചെയ്യുന്നത് അല്ലേ. അതിൽ കൂടെ തന്നെ ആ ഒരു സംഭവം ചെയ്യുമ്പോൾ, വീല് ചെയ്യുമ്പോൾ ഒരുപാട് ക്ലച്ച് ഇതുപോലെ ബേൺ ആവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വീല് ചെയ്യുന്നവർ വീല് കുറയ്ക്കാൻ നോക്കുക, എന്നാലേ ക്ലച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടുള്ളൂ. ഓക്കെ, കാറിൽ നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാറിൻ്റെ വീഡിയോ എടുത്ത്. ഈ കാർ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തോന്നുന്നു. നമ്മൾ പലരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്നത് ഈ കാറിൽ വെച്ചിട്ടിട്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കാറ് തുറന്ന് കാറിൻ്റെ അകത്തേക്ക് പോവാം. കാറിൻ്റെ അകത്തൊക്കെ ഇരുന്നു. ഒക്കെ റെഡിയാണ്. ഇനി ഇതൊക്കെ നമ്മൾ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ വണ്ടി മൂവിങ് ആണ്, ഒരു 10-60 കിലോമീറ്റർ. മീറ്ററിൽ കംപ്ലൈൻ്റ് ആണല്ലേ. അപ്പോൾ ഓക്കെ, മീറ്ററൊക്കെ സെറ്റാണ്. നമ്മളിപ്പോൾ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചോ. ഇത് നമ്മളിതാക്കിപ്പോൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്തു, പോയി ഫോർത്ത് ഇട്ടു. ഇതാണ് ഗിയർ, ഫോർത്താണ് മാക്സിമം വലിയ ഗിയർ ഫോർത്താണ്. നമ്മൾ ഫോർത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ചെയ്യുന്നൊരു തെറ്റെന്താ വെച്ചാൽ, കാലുണ്ടല്ലോ, കാല് ക്ലച്ചിൻ്റെ മേലെ തന്നെ വയ്ക്കും ഒരു ഡെഡ് പെഡലായിട്ട്. ക്ലച്ച് യൂസ് കഴിഞ്ഞാൽ ശരിക്കും ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം. അതേപോലെ തന്നെ ബൈക്കിൽ നിന്ന് ക്ലച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്കിൽ നിന്നും കൈയെടുക്കുക. അതിൽ തന്നെ വെറുതെ ഇങ്ങനെ കൈ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും ക്ലച്ച് ഒരുപാട് ബേൺ ആവും. കാറിൽ ഞാൻ പറഞ്ഞില്ല, വെറുതെ ഇങ്ങനെ കാല് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാറിലും അതുപോലെ ബേൺ ആവും. ഞാൻ പറഞ്ഞത് ഒരു ഹൈവേ റൈഡിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, പിന്നെ സാധാരണ പോലെ നിലത്ത് വെക്കുക. ഓക്കെ, ഡെഡ് പെഡൽ ഉണ്ടെങ്കിൽ വെച്ചോളൂ. ക്ലച്ച് ഒരിക്കലും ഡെഡ് പെഡലായിട്ട് അങ്ങനെ വെക്കരുത്. അതേപോലെ തന്നെ ബൈക്കിലും ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ ക്ലച്ചിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് വെറുതെ ഹാൻഡിൽ ബാറിൽ പിടിക്കുക. അതുകൊണ്ട് ക്ലച്ചിൽ വിരൽ വെച്ചിട്ട് വെറുതെ ക്ലച്ച് കത്തിക്കണ്ട. സിറ്റിയിലൊക്കെ ഓക്കെയാണ്. കാറിലും ക്ലച്ചൊക്കെ ചില സമയത്ത് ചവിട്ടേണ്ടി വരും, ഗിയറിൽ മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും സിറ്റിയിൽ. ബൈക്കിലും അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ഇടയിൽ വണ്ടിയൊക്കെ വട്ടം ചാടും, അങ്ങനെയൊക്കെ ചെയ്യും. സിറ്റിയിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൈവേയിൽ ഇതുപോലെ നിങ്ങൾ ലോങ് ആയിട്ടുള്ള മെയിൻ റോഡിലൊക്കെ പോകുമ്പോൾ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.